എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെൽ ഇൻസ്പിറോൺ N5050 എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പിൻ്റെ സർവീസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ലാപ്ടോപ്പ് വന്നിരിക്കുന്നത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്താണെന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തിട്ട് എന്ത് കംപ്ലൈൻ്റ് ആണെന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ അതിൻ്റെ മോഡൽ നമ്പർ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഇൻസ്പിറോൺ N5050 ആണ്. ഓക്കെ, ഇവിടെ പവർ കേബിൾ, ഇത് നമ്മുടെ ബെഞ്ച് പവർ സപ്ലൈ ആണ്. ഇതിന് ലാപ്ടോപ്പിന് വേണ്ടിയിട്ട് മാത്രമുള്ള പവർ സപ്ലൈ ആണ് കൊടുക്കുന്നത്. പവർ സപ്ലൈ കൊടുത്തപ്പോൾ ഇത് ഓണായി ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. ഓണായപ്പോൾ തന്നെ വൈറ്റ് ഡിസ്പ്ലേയിലൊന്നുമില്ല, ഫുള്ള് വൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ പവർ ഓൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ആംബിയർ എന്ന് പറയുന്നത് ഒരു 1 ആമ്പിന് മുകളിൽ എടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ആംബിയർ അത്രയാണ്. ഇതിൻ്റെ ഫാന് കറങ്ങുന്നതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഫാന് വല്ലാത്തൊരു രീതിയിൽ, എനിക്ക് തോന്നുന്നു ഇത് മുന്നേ അഴിച്ചിട്ടുണ്ടാവും. കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ വൈറ്റ് സ്ക്രീനാണ് ഇതിൻ്റെ പ്രോബ്ലം. നമുക്ക് ആദ്യം ഈ വൈറ്റ് സ്ക്രീൻ പ്രോബ്ലം മാറിയതിന് ശേഷമേ നമുക്ക് മറ്റുള്ള കാര്യത്തിലോട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള സർവീസുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്പ്ലേ സെക്ഷൻ ഒന്ന് അഴിച്ചിട്ട് അതിനകത്ത് ഡിസ്പ്ലേ വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 3.3 ആണ്. ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 19 വോൾട്ടാണ്. അപ്പോൾ ഈ 2 വോൾട്ടും പ്രസൻ്റ് ആണെങ്കിൽ ഇനി സ്കെയിലർ ബോർഡ്, അതായത് ഡിസ്പ്ലേയിൽ വരുന്ന സ്കെയിലർ ബോർഡുകൾ നോക്കണം. സ്കെയിലർ ബോർഡിൽ എന്തെങ്കിലും ഫോൾട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ ഫ്യൂസ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു വൈറ്റ് ഡിസ്പ്ലേ വരും. അപ്പോൾ ബാക്ക് ലൈറ്റ് ഓൺ ആയിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് അവിടെ ബാക്ക് ലൈറ്റ് ഓൺ ആകുമ്പോഴത്തേക്കും ഇവിടെ ഓൾറെഡി 19 വോൾട്ട് പ്രസൻ്റ് ആണ്. 19 വോൾട്ട് പ്രസൻ്റ് ആയതുകൊണ്ടിട്ടാണ് നമുക്ക് ബാക്ക് ലൈറ്റ് ഓൺ ആയിട്ട് ഈ വൈറ്റ് ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ബാക്ക് ലൈറ്റ് ഈ ഓണായെങ്കിൽ നമ്മുടെ ഇതിനകത്ത് ഈ ഡിസ്പ്ലേ വർക്ക് ചെയ്യാനുള്ള 3.3 വോൾട്ടും പ്രസൻ്റ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഡിസ്പ്ലേ അഴിച്ച് ഡിസ്പ്ലേ സെക്ഷൻ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് ഈ ഡിസ്പ്ലേ ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. ഡിസ്പ്ലേ അഴിക്കുന്നതിന് ഇവിടെ കോർണറിൽ ലോക്കാണിത്. രണ്ട് മൂന്ന് ലോക്കൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, എന്നാലും കറക്റ്റായിട്ട് ഇത് അഴിഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ. ഇനി ഇവിടെ 4 സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ. ഡിസ്പ്ലേയുടെ മോഡൽ എന്ന് പറയുന്നത് LP156WH4 15.6 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ്. ഇതാണ് നമ്മുടെ ഡെഫോൾട്ട് ആയിട്ടുള്ള 15 ഇഞ്ചിൽ വരുന്ന ഡെഫോൾട്ട് ആയിട്ടുള്ള സൈസ്. നമുക്ക് ഈ സ്കെയിലർ ബോർഡിൽ ബേണിങ്ങോ വല്ലതും ഒക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഒന്നും കരിഞ്ഞു പോയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നൊരു കാര്യം ഇവിടുത്തെ ഫ്യൂസാണ്. ഇവിടുത്തെ ഫ്യൂസ് ഓപ്പൺ ആണോ അല്ലേ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ മൾട്ടിമീറ്റർ ബീപ്പ് മോഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫ്യൂസ് എന്ന് പറയുന്നത് ഈ ഇരിക്കുന്നതാണ് ഫ്യൂസ്, 3.3 വോൾട്ട് ഫ്യൂസ്.
അപ്പോൾ ഫ്യൂസ് ഓക്കെയാണ്, ഫ്യൂസിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. ഇനി വേറൊരു ഫ്യൂസുണ്ട്, അതെന്ന് പറയുന്നത് ഇരിക്കുന്ന. ഓക്കെ, ഇതിലും റീഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിലും റീഡിങ്ങൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ LVDS കണക്ഷൻ കൊടുത്തിട്ട് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണം വോൾട്ടേജ് എല്ലാം വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ പവർ പ്ലഗ് ചെയ്യണം. പവർ പ്ലഗ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല. ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക് ലൈറ്റ് ഓണായി, ബാക്ക് ലൈറ്റ് ഓണായി. വൈറ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഇപ്പോഴും. ഇനി ഇതിൽ വരുന്ന വോൾട്ടേജുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3.3ക്ക് 2.5 വരുന്നുള്ളൂ. 19 വോൾട്ടിൽ 17 വോൾട്ട് വരുന്നുണ്ട്. ഈ DC to DC IC, ഈ IC ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. ഈ IC ഭയങ്കര ഓവറായിട്ടാണ് ഹീറ്റ് ആവുന്നത്. അത് കാണാൻ ഞാനിപ്പോൾ ഒരു ശകലം ഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒക്കെയാണ് ഉണ്ടോ, പെട്ടെന്ന് തന്നെ മെൽറ്റായി. നല്ല രീതിയിൽ മെൽറ്റ് ആവുന്നുണ്ടത്. അപ്പോൾ ഈ DC to DC IC ഷോർട്ടഡ് ആണ്. അതെന്തുകൊണ്ടാണ് ഇത്ര ഓവറായിട്ട് ഹീറ്റ് ആവുന്നതെന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് തിരിച്ച് വയ്ക്കാം. മൾട്ടിമീറ്റർ ബീപ്പ് മോഡിലിട്ടിട്ട് ഓരോ സപ്ലൈ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എല്ലാ ടെസ്റ്റ് പോയിന്റിലും ടെസ്റ്റ് ചെയ്തിട്ട് ഷോർട്ടിംഗ് ഒന്നും കാണാനില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഡിസ്പ്ലേക്ക് പകരം വേറൊരു ടെസ്റ്റ് ചെയ്യുന്ന ഡിസ്പ്ലേ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. LTN156AT27 ഇത് ഞാനിവിടെ ഈ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് 2 ഡോട്ട് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഡിസ്പ്ലേ ഇവിടെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം ഡിസ്പ്ലേ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ ആദ്യം ഇരുന്ന ഡിസ്പ്ലേ പോയതായിരുന്നു. മിക്കവാറും അതിൻ്റെ കോഫ് കത്തിയിട്ടുണ്ടാവാനാണ് സാധ്യത. അത് ഫുൾ ഇളക്കി നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ അടുത്ത് ഒരാളൊരു ഡൗട്ട് ചോദിച്ചിരുന്നു, നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയിലെ ബാക്ക് ലൈറ്റ് LED എവിടെയാണ് ഇരിക്കുന്നതെന്ന്. അന്ന് എനിക്കത് കാണിച്ചു കൊടുക്കാനുള്ളൊരു ആ വീഡിയോയിൽ അത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഇതുണ്ടായില്ല. ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് ഇങ്ങനെയാണ്, TVയുടെ ഡിസ്പ്ലേ ഇളക്കുമ്പോൾ അതിൻ്റെ ബാക്ക് ലൈറ്റിലല്ലേ LED ഇരിക്കുന്നത്, ഈ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ ഇളക്കിയപ്പോൾ അതിൻ്റെ ബാക്കിലെ LED കണ്ടില്ലല്ലോ എന്നാണ്. ഈ LED ഇരിക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സെക്ഷനാണ് ബാക്ക് ലൈറ്റ് ഇൻവെർട്ടർ സെക്ഷൻ.
ഇവിടെയാണ് 19 വോൾട്ട് വന്നിട്ട് സ്വിച്ചിങ് ആയിട്ട് അതിൻ്റെ ഈ ബാക്ക് ലൈറ്റിലോട്ട് സപ്ലൈ പോകുന്നത്. ആ സപ്ലൈ പോകുന്ന ഒരു ലൈനാണ് ഈ കാണുന്നത്. ഇതാണ് ആ ബാക്ക് ലൈറ്റിലോട്ടുള്ള സപ്ലൈ. അപ്പോൾ ഈ ഒരു മോഡലിൽ ഈ ഒരു സൈഡിലായിട്ടാണ് ഇതിൻ്റെ LED സ്ട്രിപ്പ് ഇരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ചില കേസുകളിലാണെങ്കിൽ ഇതിൻ്റെ ബോട്ടത്തിലായിരിക്കും ഇരിക്കുന്നത്. ചില കേസിൽ ഈ ലെഫ്റ്റും റൈറ്റും LED ഉണ്ടാവും, ചില കേസിൽ ബോട്ടത്തിൽ LED ഉണ്ടാവും. കൂടുതലും വരണത് പിന്നെ ഈ സൈഡ് LED ലാപ്ടോപ്പുകളിൽ കൂടുതലും ഇങ്ങനെ വരുന്നത്. ഇനി ഇതല്ലാണ്ട് പേപ്പർ LED എന്നും പറഞ്ഞ് വളരെ ഇതിനെയും കാട്ടി തിക്നെസ് കുറഞ്ഞിട്ട് വരുന്നതുമുണ്ട്. അതിലും ഇതേ കണക്ക് സൈഡിലായിരിക്കും അതിൻ്റെ LED ഇരിക്കുന്നത്. ഈ ഒരു ലാപ്പിൻ്റെ പ്രശ്നം ഇതിൻ്റെ ഡിസ്പ്ലേ ആയിരുന്നു. ഡിസ്പ്ലേ അത് റിക്കവറി ചെയ്യാൻ പറ്റില്ല. കാര്യം അതിനകത്ത് വരുന്ന DC to DC കൺവേർട്ടർ IC ഉണ്ട്. അത് നമ്മളൊരു 3 പോയിൻ്റ് സപ്ലൈ അതിൽ കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് AVDD, VCC, VGH, VGL, VCOM, HAVDD ഇങ്ങനെ കുറേ ഈ പാനൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വോൾട്ടേജുകളുടെ പല രീതിക്കുള്ള പല വോൾട്ടേജുകളും വേണം. അപ്പോൾ അതിൽ ഹൈ വോൾട്ടേജ് ഉണ്ട്, ലോ വോൾട്ടേജ് ഉണ്ട്, പിന്നെ സിഗ്നൽ വോൾട്ടേജുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ജനറേറ്റ് ചെയ്യുന്നത് ഈ DC to DC IC ആണ്. ഈ IC ആണ് ഇപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ ചൂടായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് അതിൽ ആ വോൾട്ടേജ് ജനറേറ്റ് ആവുന്നില്ല. അതിനകത്ത് ഇൻറ്റേർണലി ആ IC ഇൻറ്റേർണലി ഷോർട്ടിങ് ഉണ്ടായിരിക്കും. സെക്ഷൻ വർക്ക് ചെയ്യാതെയും ആ ഡിസ്പ്ലേ വൈറ്റ് കളറിൽ കാണുന്നത്. ഇനി ആ 3.3 വോൾട്ടേജ് ചെന്നില്ലെന്നുണ്ടെങ്കിലും അവിടെ എവിടെയും ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഡിസ്പ്ലേ വൈറ്റ് കളറിൽ കാണും. ഇതിൻ്റെ മെയിൻ അതിൻ്റെ പ്രോസസ്സർ, അതായത് ടീകോൺ ടൈമിംഗ് കൺട്രോളർ പ്രോസസ്സർ എന്ന് പറയും. ആ പ്രോസസ്സർ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഈ ഒരു എവിടെയൊക്കെ ഈ അക്ഷരങ്ങൾ കാണുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഒരു പിക്ചർ കാണുന്നുണ്ടെങ്കിലും ആ വോൾട്ടേജ് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഒരു ടൈം കൺട്രോളറിൽ IC ആണ് അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. ആ IC വർക്ക് ചെയ്തില്ലെങ്കിലും ഇത് വൈറ്റ് കളറിൽ ഈ ഡിസ്പ്ലേ കാണും. പിന്നെ നമ്മുടെ ഈ LVDS കേബിൾ കംപ്ലൈൻ്റ് ആണെങ്കിലും വൈറ്റ് ഡിസ്പ്ലേ വരാം. പിന്നെ നമ്മുടെ ഇതിനകത്ത് ഈ മദർ ബോർഡിനകത്ത് ഒരു ചിപ്സെറ്റ് ഉണ്ട്. ഈ ഒരു ടൈപ്പിലാണെങ്കിൽ HM70, HM70, HM65, HM77, HM76 എന്ന് പറഞ്ഞിട്ട് പല ടൈപ്പിലുള്ള ചിപ്സെറ്റുകളുണ്ടാവും. അപ്പോൾ ആ ചിപ്സെറ്റാണ് നമ്മുടെ ഈ ഈ ഡിസ്പ്ലേ ഒക്കെ ഔട്ട്പുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ചിപ്സെറ്റ് കംപ്ലൈൻ്റ് ആണെങ്കിലും വൈറ്റ് സ്ക്രീനിൽ വരും. ചിലതിലൊക്കെ പിക്സലായിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഒരു വൈറ്റ് ഡിസ്പ്ലേ വരുന്നതിൽ. ഇപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രശ്നം ഈ ഒരു ലാപ്ടോപ്പിനെ സംബന്ധിച്ച് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ അതിൻ്റെ സ്കെയിലർ ബോർഡിൽ വരുന്ന DC to DC IC കംപ്ലൈൻ്റ് ആയതുകൊണ്ടിട്ടാണ്. നമുക്കിതിനകത്ത് ഒരു സെക്കൻഡ് ഡിസ്പ്ലേ കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഡിസ്പ്ലേ ഇട്ട് നമുക്കിത് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.